ഇടുക്കി ജില്ലയിൽ സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല. സർക്കാർ കുടിശ്ശിക നൽകാത്തതാണ് സപ്ലൈകോകളെ പ്രതിസന്ധിയാക്കിയത്. 13 അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി വില കൂട്ടില്ല എന്ന് സർക്കാർ അധികാരത്തിലേറിയപ്പോൾ വാക്ക് നൽകിയിരുന്നെങ്കിലും വേണ്ട സാധനങ്ങൾ സപ്ലൈകോ സ്റ്റോറുകളിൽ ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. സബ്സിഡി സാധനങ്ങൾ വിറ്റ വകയിൽ 2000 കോടിയാണ് സപ്ലൈകോയ്ക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത്. കുടിശ്ശിക ലഭിക്കാതായതോടെ വിതരണക്കാരായ കമ്പനിക്ക് പണം കൊടുക്കാൻ സപ്ലൈകോയ്ക്കും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനികൾ സപ്ലൈകോയെ തഴഞ്ഞ മട്ടാണ്. ഓർഡർ സ്വീകരിക്കുന്ന ചില കമ്പനികളാകട്ടെ അവർക്ക് തോന്നുന്ന സമയത്ത് സാധനങ്ങൾ എത്തിക്കുന്ന പതിവാണുള്ളത്. സബ്സിഡി സാധനങ്ങളിൽ ചിലത് മാത്രമാണ് ലഭിക്കാത്ത സാഹചര്യമുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വിലക്കയറ്റം അതിരൂക്ഷമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുമാർക്കറ്റുകളിൽ. ഒരു പരിധിവരെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് സപ്ലൈകോ മാർക്കറ്റുകളെയാണ്. സപ്ലൈകോ മാർക്കറ്റുകളിൽ നിന്ന് സാധനങ്ങൾ കിട്ടുന്നില്ല, അത് കിട്ടുന്ന മുറയ്ക്ക് സപ്ലൈ ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ പോയാൽ സാധാരണ ജനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലോട്ട് നീങ്ങുകയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. വിപണിയിൽ വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അളവിൽ സാധനങ്ങൾ എത്തിക്കാനാവാത്ത അവസ്ഥയാണ്. സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും സബ്സിഡി ലിസ്റ്റിലെ ചില സാധനങ്ങൾ മാത്രമാണ് ലഭ്യം. ആവശ്യക്കാർ ഏറെയുള്ള സാധനങ്ങൾക്ക് പർച്ചേസ് ഓർഡർ നൽകാനാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മുളകിനും കടലയ്ക്കുമാണ് ക്ഷാമം കൂടുതൽ. ഓണക്കാലമാകുമ്പോഴേക്കും പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.